الله أكبر الله أكبر الله أكبر أكبر. أشهد أن لا إله إلا الله. أشهد أن لا أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. अस्सलामु अलैकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان
الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا इस आयत का तर्जुमा है कि यकीन अल्लाह तुम्हें हुक्म देता है कि तुम ईमान ഈ വചനത്തിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: നിശ്ചയമായും അള്ളാഹു അമാനത്തുകൾ അവയുടെ അവകാശികൾക്ക് ഏൽപ്പിക്കണമെന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുമ്പോൾ നീതിപൂർവം വിധി കൽപ്പിക്കണം. അള്ളാഹു നിങ്ങളോട് ഉപദേശിക്കുന്നതെന്തോ അത് ഏറ്റവും ഉത്തമമായതാകുന്നു. നിശ്ചയമായും അള്ളാഹു വളരെ കേൾക്കുന്നവനും നല്ലപോലെ കാണുന്നവനുമാകുന്നു. जैसा कि तमाम जमातें जानती हैं जमात में इंतखाब എല്ലാ ജമാഅത്തുകൾക്കും അറിവുള്ളതുപോലെ हर 3 साल ഈ വർഷം इंतखाबात होते ജമാഅത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ വർഷമാണ്. सदरान ഓരോ 3 വർഷങ്ങൾക്ക് ശേഷവും തിരഞ്ഞെടുപ്പ് നടക്കുന്നു. के इंतखाबात किए അമീറുമാരെയും പ്രസിഡന്റുമാരെയും മറ്റു ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുന്നു. ये इंतखाबात शुरू भी हो चुके हैं. ചില ജമാഅത്തുകളിൽ जमातों में തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. मजालिस से इंतखाब मुंतखब വലിയ ജമാഅത്തുകളിൽ इंतखाबात हो रहे हैं. മജാലിസ് ഇന്തിഖാബിനെ തിരഞ്ഞെടുക്കുന്നു. से इंतखाब फिर अपने അതിന്റെ തിരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. इंतखाब करती हैं. ഈ മജാലിസ് ഇന്തിഖാബ് പിന്നീട് जमात के തങ്ങളുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നു. सही रंग में चला ഏതായിരുന്നാലും ജമാഅത്തിന്റെ സംവിധാന പ്രക്രിയയെ ശരിയായ നിലയിൽ കൊണ്ടുപോകുന്നതിനായി को आसन रंग में आगे बढ़ाने के लिए ഈ തെരഞ്ഞെടുപ്പ് അനിവാര്യമാകുന്നതോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തെ ഉത്തമമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഭാരവാഹിത്വത്തിന്റെ കടമകൾ നിറവേറ്റുന്നതിനായി अफराद का इंतखाब भी बहुत जरूरी है. और ये ऐसा अहम അനുയോജ്യരായ വ്യക്തികളെ തിരഞ്ഞെടുക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. करीम ने इस उम्र की तरफ ഇത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. दिलाई വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇക്കാര്യത്തിലേക്ക് വിശ്വാസികളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നുണ്ട്. कि तुम्हें किस किस्म के ओहदेदार നിങ്ങൾ എത്തരത്തിലുള്ള ഭാരവാഹികളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിശദമായ നിലയിൽ പരാമർശിക്കുന്നുണ്ട്. बल्कि इस ഭാരവാഹിത്വം ഏൽക്കുക എന്നത് മാത്രമല്ല, അതിന്റെ കടമകളും നിറവേറ്റേണ്ടത് अदा न कर അനിവാര്യമാണെന്ന് ഭാരവാഹികളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. मोल लेने वाले बनते होते हैं. കടമകൾ നിറവേറ്റുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ അനിഷ്ടം സമ്പാദിക്കുന്നവരായിത്തീരും. ये आयत जो मैंने तिलावत की है इसमें इस बात की वजाहत फरमाई गई है. ഞാൻ പാരായണം ചെയ്ത ഈ വചനത്തിൽ पहली जिम्मेदारी ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. राय दही का हक अदा करने वालों की है. ഇതിൽ പരാമർശിക്കപ്പെട്ട ആദ്യ ഉത്തരവാദിത്വം സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നവർക്കുള്ളതാണ്. जो बेहतरीन പറയുന്നു, ഭാരവാഹിത്വം ഒരു അമാനത്ത്, അതായത് സൂക്ഷിപ്പ് മുതലാകുന്നു. അതിനാൽ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഏറ്റവും ഉത്തമരായ വ്യക്തിക്ക് വേണ്ടി തന്റെ വോട്ട് വിനിയോഗിക്കേണ്ടതാണ്. कि आया
നിങ്ങൾ सौदे का अहल भी है कि नहीं, जिसके വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഈ ഉത്തരവാദിത്വത്തിന് അർഹനാണോ അല്ലേ എന്നതിനെ സംബന്ധിച്ച് മുൻകൂട്ടി തന്നെ അവലോകനം നടത്തേണ്ടതാണ്. करने की सलाहियत भी रखता है या नहीं. जितनी बड़ी जिम्मेदारी किसी के सुपुर्द करने के लिए आप എത്ര വലിയ ഉത്തരവാദിത്തമാണോ ആരെങ്കിലും ഏൽപ്പിക്കുന്നതിനു വേണ്ടി उतनी ज्यादा കാലത്തിന്റെ ഖലീഫയ്ക്ക് അഭിപ്രായം നൽകുന്നതിനായി നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, അത്ര വലിയ कि ये शख्स मुझे ആലോചനയുടെയും ദുആയുടെയും ആവശ്യമുണ്ട്. या फलां मेरा अजीज ഈ വ്യക്തിയെ തനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് വോട്ട് നൽകാം, या फलां मेरे അല്ലെങ്കിൽ में से है, ഇന്ന വ്യക്തി എന്റെ സ്വന്തക്കാരനാണ്, അതിനാൽ വോട്ട് ചെയ്യാം, पठान है, അല്ലെങ്കിൽ ഇന്ന വ്യക്തി എന്റെ ഗോത്രത്തിൽപ്പെട്ടതാണ്, ഷെയ്ഖാണ്, ചിത്രിയാണ്, സയ്യദാണ്, പഠാനാണ്, രാജ്പൂത്താണ്, അതിനാൽ അയാൾക്ക് വോട്ട് നൽകാം എന്നത് ശരിയല്ല. होनी चाहिए. ഒരു ജാതിയും अल्लाह ताला ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന മാർഗത്തിൽ അവലംബമാകരുത്. सिर्फ ओहदेदार की नहीं करता ഈ ജോലി कि क्यों तुमने सही എന്തുകൊണ്ട് ചെയ്തില്ല എന്നതിൽ बल्कि അള്ളാഹു ഭാരവാഹികളെ മാത്രമല്ല ചോദ്യം ചെയ്യുക, वोट देने वाले भी മറിച്ച് पूछे जाएंगे വോട്ട് നൽകുന്നവരും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. अपनी राय दही का हक എന്തുകൊണ്ടാണ് सही तौर पर इस्तेमाल नहीं किया. നീ നിന്റെ സമ്മതിദാനാവകാശം ശരിയായ നിലയിൽ വിനിയോഗിച്ചില്ല? आयत के आखिर में ये फरमाया कि इन्नल्लाह काना समीअन ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു, वाला ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. അള്ളാഹു വളരെയധികം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. किसी के बारे में ഇത് വോട്ട് നൽകുന്നവർക്കും കൂടിയുള്ളതാണ്. तो खुदा ताला से അഥവാ നിങ്ങൾ ആരെയെങ്കിലും സംബന്ധിച്ച് ശരിയായ അറിവില്ലെങ്കിൽ जो बेहतरीन അള്ളാഹുവിനോട് ദുആ ചെയ്യുക, उसे वोट डाल അള്ളാഹുവെ अता फरमा. നിന്റെ ദൃഷ്ടിയിൽ ഉത്തമരായവർക്കായി വോട്ട് ചെയ്യാൻ എനിക്ക് തൗഫീക്ക് നൽകണേ. खुदा ताला സതുദ്ദേശത്തോടെ ചെയ്യപ്പെടുന്ന ഈ ദുആയെ സമീഉം ബസീറുമായ അള്ളാഹു കേൾക്കുന്നു. ताला बसीर भी है. उसकी പറയുന്നു, तुम्हारे अमलों पर गहरी नजर. അള്ളാഹു ബസീറും ആകുന്നു. खुदा ताला को നിങ്ങളുടെ കർമ്മങ്ങളിൽ അവന്റെ സൂക്ഷ്മ ദൃഷ്ടിയുണ്ട്. അള്ളാഹുവിനെ വഞ്ചിക്കാൻ സാധ്യമല്ല. तक से वाकिफ है. ഹൃദയത്തിന്റെ मोमिनीन की जमात പാതാളങ്ങളെക്കുറിച്ച് പോലും അവൻ അറിവുണ്ട്. दुआएं मांगते हुए ചുരുക്കത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് വിശ്വാസികളുടെ ജമാഅത്ത് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ मोमिनीन का मददगार भी हो जाता है. അള്ളാഹു വിശ്വാസികളുടെ സഹായിയുമായി തീരുന്നു. में तो हमारी ये रवायत है कि हर काम से पहले हम എല്ലാ കാര്യങ്ങൾക്കും മുന്നോടിയായി നാം ദുആ ചെയ്യുന്നു എന്നത് നമ്മുടെ ജമാഅത്ത് വ്യവസ്ഥിതിയുടെ സമ്പ്രദായമാണ്. अल्लाह ताला से रहनुमाई लेते हुए തെരഞ്ഞെടുപ്പിന് മുമ്പും ദുആ ചെയ്യുന്നു. दुआई की जाए. അഥവാ ആത്മാർത്ഥരായിക്കൊണ്ട് അള്ളാഹുവിൽ നിന്നും മാർഗദർശനം തേടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടത്തുകയാണെങ്കിൽ അള്ളാഹു തന്റെ കാരുണ്യവും കൃപയും നൽകി അനുഗ്രഹിക്കുന്നു. अपने वोट की अपने राय दही के हक की अहमियत को അതിനാൽ വോട്ട് ചെയ്യുന്നവർ हर किस्म की തങ്ങളുടെ സമ്മതിദാന അവകാശത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കേണ്ടതാണ്. रुझानात എല്ലാവിധത്തിലുള്ള വ്യക്തിഗത താൽപര്യങ്ങൾക്കും बाला होकर ഇഷ്ടങ്ങൾക്കും जिस काम के लिए ബന്ധങ്ങൾക്കും ഉപരിയായിക്കൊണ്ട് उसके हक में अपनी राय दें. ഏതെങ്കിലും ജോലിക്കായി ആരെങ്കിലും തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കായി വോട്ട് നൽകുക. भी वादे होना चाहिए, नौजवानों पर भी वादे होना चाहिए തെരഞ്ഞെടുപ്പിൽ कि इंतखाब നിങ്ങൾ അഭിപ്രായം പറയുന്നു, അന്തിമ തീരുമാനം കാലത്തിന്റെ ഖലീഫയിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്നത് പഴയ അഹമ്മദികൾക്കറിയാം. എന്നാൽ നവ അഹമ്മദികൾക്കും യുവാക്കൾക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കേണ്ടതാണ്. ചില സന്ദർഭങ്ങളിൽ ഭൂരിപക്ഷ വോട്ട് ഉണ്ടായിരുന്നിട്ടും ചില കാരണങ്ങളാൽ അയാൾക്ക് പകരം മറ്റാരെങ്കിലും ഭാരവാഹിത്വം ഏൽപ്പിക്കപ്പെടുന്നു. मुकामी ओहदेदारों के इंतखाबात ചില പ്രാദേശിക ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന്റെ അംഗീകാരം ദേശീയ അമീർ നൽകുന്നു എന്നതും മനസ്സിലാക്കേണ്ടതാണ്. तो उसे कवायद की इजाजत देते हैं. നിയമം അതിന് അനുമതി നൽകുന്നുണ്ട് എന്നതും വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. कसरत राय से इख्तलाफ का वो हक रखता है, लेकिन ഭൂരിപക്ഷാഭിപ്രായത്തിന് എതിരായി തീരുമാനമെടുക്കാൻ അവർക്ക് അവകാശമുണ്ട്. എന്നാൽ काम करना चाहिए. അമീറുമാർ ഭൂരിപക്ഷ അഭിപ്രായത്തെ പൊതുവിൽ മാനിക്കേണ്ടതാണ്. बात नोट कर लें, खास तौर पर इंग्लिस्तान और यूरोप के ഇംഗ്ലണ്ടിലുള്ളവരും
യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുള്ളവരും कनाडा ऑस्ट्रेलिया के ममालिक അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാഷ്ട്രങ്ങളിലുള്ളവരും നോട്ട് ചെയ്യേണ്ട ഒരു വസ്തുത बाज പ്രാദേശിക തെരഞ്ഞെടുപ്പിലും कवायद इजाजत देते हैं मुकामी इंतखाबात में ദേശീയ അമീർ ആഗ്രഹിക്കുകയാണെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. മറിച്ച് നിയമം അതിന് അനുമതി നൽകുന്നുണ്ട്. इस दफा के इलेक्शन के लिए अगर कोई तब्दीली करनी होगी എന്നാൽ ഞാൻ പേരുച്ചരിച്ച രാഷ്ട്രങ്ങളിൽ पहले पूछना होगा ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനായി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അവർ ആദ്യം എന്നോട് ചോദിക്കേണ്ടതാണ്. बाकी ഇവിടുന്ന് അനുമതി കരസ്ഥമാക്കേണ്ടതാണ്. मालिक जो है അമീറുമാർക്ക് സ്വയം മാറ്റം വരുത്താവുന്നതല്ല. ബാക്കി പാകിസ്ഥാൻ, ഭാരതം തുടങ്ങിയ മറ്റ് രാഷ്ട്രങ്ങളിൽ मंजूरी की മുൻ നിയമമനുസരിച്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ അനുമതിക്കായി നടപടികൾ കൈക്കൊള്ളാവുന്നതാണ്. और बात എല്ലാ രാഷ്ട്രങ്ങളുടെയും ദേശീയ പ്രവർത്തക സമിതിക്കും यहीं से मरकज മറ്റ് ചില ഭാരവാഹികൾക്കുമുള്ള അനുമതി കാലത്തിന്റെ ഖലീഫയിൽ നിന്നാണ് കരസ്ഥമാക്കുന്നത്. इस आयत में तवद्दुल अमानात ഈ വചനത്തിൽ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. दे ये बाज काम ऐसे हैं ഭാരവാഹികൾക്കും വേണ്ടിയുള്ളതാണിത്. ചില സ്ഥാനം അല്ലെങ്കിൽ ജോലി തെരഞ്ഞെടുക്കപ്പെടാതെ किए जाते हैं നാമനിർദ്ദേശത്താൽ सेक्रेटरी रिश्ता आता है इसका होता है ഏൽപ്പിക്കപ്പെടുന്നു. यही खिदमत ഉദാഹരണമായി സെക്രട്ടറി ഇഷ്തനാഥയുടെ സ്ഥാനം അതൊരു സേവനമാണ്, ഒരു പദവിയാണ്. तफवीज किए जाते हैं അല്ലെങ്കിൽ ചില വിഭാഗങ്ങളിൽ ചില ആളുകൾക്ക് जमात ജോലി നിർണയിക്കുന്നു. അപ്പോൾ അമീർ ജമാഅത്ത് അല്ലെങ്കിൽ സദർ ജമാഅത്ത് अगर किसी को ऐसे काम देते हैं तो सिर्फ जाती पसंद അല്ലെങ്കിൽ ബന്ധപ്പെട്ട സെക്രട്ടറി पर न दिया ഏതെങ്കിലും കാരണത്താൽ ജോലി നൽകുകയാണെങ്കിൽ അത് വ്യക്തിപരമായ ഇഷ്ടത്തിലും ബന്ധത്താലും മാത്രം നൽകരുത്. लिए മറിച്ച് और फिर ये ജമാഅത്ത് അംഗങ്ങളുടെ फिर उनमें വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം उसे काम सपुर्द करना അവരിൽ ഏറ്റവും ഉത്തമരായവരെ ജോലി ഏൽപ്പിക്കേണ്ടതാണ്. जरूरी है और इस्लाम में नापसंद है അല്ലെങ്കിൽ ഇത് തന്നിഷ്ടമാകുന്നു, कोई अपने किसी दोस्त ഇസ്ലാമിൽ അത് അനിഷ്ടകരവുമാണ്. अजीज को कोई काम എന്നാൽ ആരെങ്കിലും തന്റെ സ്വന്തക്കാരനോ സുഹൃത്തിനോ उस काम के लिए ले ഏതെങ്കിലും ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ फिर बाज लोग പ്രത്യക്ഷത്തിൽ അയാളിൽ അതിനുള്ള കഴിവുമുണ്ടെങ്കിൽ बिला वजह ये इतराज कर देते हैं ആരോപണം ഉന്നയിക്കുന്നത് ശീലമാക്കിയ ചിലർ फलां होता दे दिया അനാവശ്യമായി करना चाहिए ഇന്നയാൾ തന്റെ സ്വന്തക്കാർക്ക് സ്ഥാനം നൽകി എന്ന് ആരോപിക്കാറുണ്ട്. അവർക്ക് അതിൽ പരാതി പറയേണ്ട ആവശ്യമില്ല. ओहदेदार का किसी अमीर का अजीज होना या करीबी होना ഏതെങ്കിലും ഭാരവാഹിയുടെയോ അമീറിന്റെയോ സ്വന്തക്കാരും ബന്ധക്കാരും ആകുക എന്നത് गुम कर दिया जाए ഒരു പാപമല്ല. അക്കാരണത്താൽ ആ വ്യക്തിയെ സേവനത്തിൽ നിന്ന് പിന്തള്ളപ്പെടാവുന്നതല്ല. बाज लोगों की तरफ से इस तरह ചിലരിൽ നിന്ന് आ जाते हैं ഇത്തരത്തിലുള്ള പരാതി വരാറുള്ളതിനാലാണ് ഞാൻ ഇക്കാര്യം വിശദമാക്കിയത്. इस आयत में ओहदेदारों को फरमाया है ഈ വചനത്തിൽ അള്ളാഹു बिल ഭാരവാഹികളോട് പറയുന്നു, कि इंसाफ के साथ തഹക്കുമു ബിൽ അദ്ല്, और നീതിപൂർവം सर अंजाम തന്റെ ഭാരവാഹിത്വവും अगर अदल ചുമതലപ്പെടുത്തിയ ജോലിയും इंसाफ നിർവഹിക്കുക. खेशवरवी होगी അഥവാ നീതിപൂർവമല്ലെങ്കിൽ कराबतदारी का लिहाज रखा जाएगा ഭിന്നത ഉടലെടുക്കുന്നതാണ്. या एक कार സ്വന്തക്കാരെ പരിഗണിക്കുകയാണെങ്കിൽ जरूर से ज्यादा बासपुर അല്ലെങ്കിൽ और दूसरे से ഒരു പ്രവർത്തകനോട് सरफे ആവശ്യത്തിലധികം ചോദ്യങ്ങളും മറ്റൊരാളോട് അനാവശ്യമായി കണ്ടില്ലെന്ന് നടിക്കലും ചെയ്യുകയാണെങ്കിൽ कायम ना हो നീതി നിലനിൽക്കില്ല. फिर काम में बरकत नहीं पड़ती നീതി നിലനിൽക്കുന്നില്ലെങ്കിൽ फिर अच्छे नताज പ്രവർത്തനങ്ങളിൽ അനുഗ്രഹമുണ്ടാവുന്നതല്ല. സൽപരിണാമത്തിന് പകരമായി करने वालों का ही ദുഷ്പരിണാമം ഉണ്ടാകുന്നു. बल्कि हर फर्द जमात ഇത് പ്രവർത്തിക്കുന്നവരുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് मबनी ताल्लुकात हों എല്ലാ ജമാഅത്ത് അംഗങ്ങളോടും നീതിയിൽ അധിഷ്ഠിതമായ ബന്ധമുണ്ടായിരിക്കണം. ये नहीं कि फलां തീരുമാനം അതിനനുസരിച്ചായിരിക്കണം. फलां का दोस्त है या फलां ഇന്ന വ്യക്തി ഇന്നയാളുടെ സുഹൃത്താണ്, या फलां खानदान का है അല്ലെങ്കിൽ ഇന്നയാളുടെ സ്വന്തക്കാരനാണ്, और दूसरे से അല്ലെങ്കിൽ इന്ന കുടുംബത്തിലേതാണ്, അതിനാൽ അയാളുടെ പെരുമാറ്റം വേറൊരു തരത്തിലും മറ്റുള്ളവരോട് മറ്റൊരു തരത്തിലും ആകാൻ പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ इसी तरह जब खलीफा ഇത് ജമാഅത്തിൽ അസ്വസ്ഥത ഉളവാക്കുന്നതാണ്. आ जाए तो फिर അതുപോലെ കാലത്തിന്റെ ഖലീഫ റിപ്പോർട്ടിനായി പറയുമ്പോൾ റിപ്പോർട്ടും സത്യസന്ധമായിരിക്കണം. हुक्म तो ताकम बिल अदल का है
लेकिन खलीफा वक्त को अगर गलत തഖ്മൂബിൽ അദ്ൽ എന്നതാണ് കൽപ്പന. तो खलीफा वक्त से भी എന്നാൽ കാലത്തിന്റെ ഖലീഫക്ക് തെറ്റായ റിപ്പോർട്ടാണ് നൽകുന്നതെങ്കിൽ गलत फैसला കാലത്തിന്റെ ഖലീഫയിൽ നിന്നും തെറ്റായ തീരുമാനം ഉണ്ടാവുന്നതാണ്. के साथ गुनाहगार തെറ്റായ തീരുമാനം എടുപ്പിച്ചുകൊണ്ട് അതിനെയും തന്നോടൊപ്പം തെറ്റുകാരനാക്കി തീർക്കുന്നു. बस हमेशा സ്വയം തെറ്റുകാരനാണ്. जमाती कामों में അതിനാൽ इन चीजों को मद्देनजर रखना എപ്പോഴും ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇക്കാര്യങ്ങളെ പരിഗണിക്കേണ്ടതാണ്. जो ഓരോ ജോലിയും उसको इंतहाई सोच विचार कर और ईमानदारी से अदा करने की कोशिश करनी चाहिए. ഓരോ ദീനീ സേവനവും അങ്ങേയറ്റം വിചിന്തനം നടത്തിക്കൊണ്ടും സത്യസന്ധതയോടു കൂടിയും നിർവഹിക്കേണ്ടതാണ്. बहुत बड़ी जिम्मेदारी ചുരുക്കത്തിൽ പദവി ഒരു വലിപ്പത്തരമല്ല, മറിച്ച് दुआओं के साथ വലിയൊരു ഉത്തരവാദിത്തമാണ്. अपनी जिम्मेदारी को निभाने की जरूरत है. ദുആയോടുകൂടി തങ്ങളുടെ ഉത്തരവാദിത്വത്തെ നിറവേറ്റേണ്ടതാണ്. समी है वो तुम्हारी दुआओं को सुन അള്ളാഹു പറയുന്നു, खासतौर അവൻ സമീ ആകുന്നു, നിങ്ങളുടെ ദുആകൾ കേൾക്കുന്നു. പ്രത്യേകിച്ച് पर पूरा उतरने के लिए दुआएं की जाएं അള്ളാഹുവിന്റെ तो अल्लाह ताला കൽപ്പനകളെ പൂർത്തിയാക്കുന്നതിനായി ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സഹായം നിശ്ചയമായും കൂടെ ഉണ്ടാകുന്നു. ताला जिस तरह राय देने वाले पर वोट देने वाले पर गहरी नजर रखने वाला है. അള്ളാഹു വോട്ട് നൽകുന്നവരെ, ओहदेदार അഭിപ്രായം പറയുന്നവരെ നല്ലപോലെ വീക്ഷിക്കുന്നവനാണ് എന്നതുപോലെ തന്നെ नहीं निभाएंगे ഭാരവാഹികളെയും അവൻ നല്ലപോലെ വീക്ഷിക്കുന്നു. और अगर അഥവാ സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എങ്കിൽ, अगर अपने कामों നീതിയിലും ന്യായത്തിലും അധിഷ്ഠിതമായ തീരുമാനം കൽപ്പിക്കുന്നില്ല എങ്കിൽ, തങ്ങളുടെ പ്രവർത്തനങ്ങളെ അവയുടെ കടമകളെ നിറവേറ്റിക്കൊണ്ട് ചെയ്യുന്നില്ല എങ്കിൽ, वो फरमाता है എല്ലാം पीछे भी जाओगे. കാണുന്നവനായ അള്ളാഹു പറയുന്നു, നിങ്ങൾ ചോദിക്കപ്പെടുന്നതാണ്, मुकाम है നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ये അതിനാൽ शख्स के लिए ഏതെങ്കിലും സേവനം ഏൽപ്പിക്കപ്പെടുന്നവർ लोगों ഭയപ്പെടേണ്ടതാണ്. की है ओहदों की ജനങ്ങൾ പദവിയെ വളരെ ആഗ്രഹിക്കുന്നു. कितनी बड़ी जिम्मेदारी है. ഇത് എത്ര വലിയ ഉത്തരവാദിത്വമാണെന്നും खुदा ताला की नाराजगी भी हो सकती അതിന്റെ കടമകൾ നിറവേറ്റുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ അനിഷ്ടത്തിന് പാത്രമാകുന്നതാണെന്നുമുള്ള അറിവുണ്ടായെങ്കിൽ है. दूसरों से बढ़कर ഓരോ ഭാരവാഹിയും रात इस्तिग़फ़ार മറ്റുള്ളവരെക്കാൾ അധികമായി ദിനരാത്രങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാകുമായിരുന്നു. कि वोट हासिल करने के बाद വോട്ട് കരസ്ഥമാക്കിയതിനു ശേഷം या അല്ലെങ്കിൽ ഭാരവാഹിക്കുള്ള അംഗീകാരം വന്നതിന് ശേഷം के बाद वो आजाद नहीं हो गया बल्कि ऐसे बंधन में बंध गया है സ്വതന്ത്രരാകുന്നില്ലെന്നുള്ളത് ഓരോ ഭാരവാഹിയും ഓർക്കേണ്ടതാണ്. മറിച്ച് എത്തരത്തിലുള്ള ബന്ധനത്തിലാണ് അകപ്പെട്ടതെന്നാൽ इस्तेदादों और അതിനെ നിർവഹിക്കാത്ത അവസ്ഥയിൽ, मुताबिक അല്ലെങ്കിൽ തങ്ങളുടെ കഴിവുകളും യോഗ്യതകളും അനുസരിച്ച് നിർവഹിക്കാത്ത അവസ്ഥയിൽ आजादगी लेने वाला भी हो सकता है. അള്ളാഹുവിന്റെ അനിഷ്ടം സമ്പാദിക്കുന്നവരായി തീരുന്നതാണ്. हर ओहदेदार ने हर ഓരോ ഭാരവാഹിയും का हक भी अदा करना है और जमात का എല്ലാ ജമാഅത്ത് അംഗങ്ങളോടുമുള്ള കടമകൾ നിറവേറ്റേണ്ടതാണ്. और बहसीत जमात भी हक अदा करना है. क्योंकि हर ओहदेदार को ये सोचना ജമാഅത്ത് എന്ന നിലയിൽ कि मैं एक അതിനോടുള്ള കടമകളും പൂർത്തിയാക്കേണ്ടതാണ്. और ഓരോ ഭാരവാഹിയും ചിന്തിക്കേണ്ടത്, की मेरी कमजोरी ഞാൻ ജമാഅത്തിന്റെ ഒരു ഭാരവാഹിയാണ്, जमात എന്റെ ഏതെങ്കിലും ദൗർബല്യം ജമാഅത്തിൽ പ്രഭാവം ചെലുത്തിയേക്കാം, इसलिए ये हक അല്ലെങ്കിൽ ജമാഅത്തിന്റെ ദുഷ്പേരിന് കാരണമായേക്കാം. അതിനാൽ ഈ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതാണ്. हुए പിന്നീട് തങ്ങളുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് दुनियावी हकूक की भी ദീനീ കടമകളോടൊപ്പം തന്നെ ബൗദ്ധിക കടമകളുടെയും മാതൃക സ്ഥാപിക്കേണ്ടതാണ്. सकता कि ये मेरा जाती मामला है, इसमें जो मैं मर्जी करूं, ഇതെന്റെ സ്വന്തം കാര്യമാണ്, ഞാൻ ഇഷ്ടം പോലെ ചെയ്യും, मुझे आजादी है, जो चाहूं मैं करूं. ജമാഅത്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല, ഞാൻ സ്വതന്ത്രനാണ്, എനിക്കിഷ്ടമുള്ളത് ചെയ്യാം എന്നാർക്കും പറയാൻ കഴിയില്ല. अब हर मामले എല്ലാ ഭാരവാഹികളും മനസ്സിലാക്കേണ്ടത് किताबें हैं. അയാളുടെ വ്യക്തിത്വവും ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും ജമാഅത്തിന്റെ ഗുണത്തിന് അധീനമാണെന്നാണ്. और इसी ऐसी सोच रखने ജമാഅത്തിലെ എല്ലാ ഭാരവാഹികളിലും ഈ ചിന്ത ഉടലെടുക്കേണ്ടതാണ്. ഇത്തരത്തിൽ ചിന്തിക്കുന്നവരെയാണ് वालों को या वोट देने वालों को मुंतखब करना चाहिए. വോട്ട് ചെയ്യുന്നവർ दूसरे लफ्जों में തിരഞ്ഞെടുക്കേണ്ടത്. एक ओहदेदार जिनका तकवा का മറ്റു വാക്കുകളിൽ പറയുകയാണെങ്കിൽ തഖ്വയുടെ, അതായത് ദൈവഭക്തിയുടെ നിലവാരം ഉന്നതമായിട്ടുള്ള വ്യക്തിയെ ഭാരവാഹിയാക്കാൻ ശ്രമിക്കേണ്ടതാണ്. इस जमाने के इमाम को मानकर ഇക്കാലഘട്ടത്തിലെ ഇമാമിനെ സ്വീകരിച്ചുകൊണ്ട് തഖ്വയുടെ
നിലവാരത്തെ ഉയർത്തുന്നവരാണെന്ന വാദം നമുക്കുണ്ടെങ്കിൽ कई इमानतों का दूसरों से बढ़कर നമ്മിൽ अदा करने का इरादा ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകളോടുള്ള കടമകൾ മറ്റുള്ളവരെക്കാൾ ഉത്തമരായി നിറവേറ്റുന്നവരാണെന്ന വാദമുണ്ടെങ്കിൽ വളരെ ചിന്തിച്ചുകൊണ്ട് ജമാഅത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റേണ്ടതുണ്ട്. आते ही वाहदे ही അള്ളാഹു പറയുന്നു, വല്ലസീനഹും ലി അമാനാത്തിഹിം വ അഹദിഹിം റാഊൻ, അവർ തങ്ങളുടെ അമാനത്തുകളെയും കരാറുകളെയും പാലിക്കുന്നവരാകുന്നു. അള്ളാഹുവിന്റെ ഈ കൽപ്പന हर एक को अपने अपने दायरे में सामने रखने എല്ലാവരും തങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഓർക്കേണ്ടതാണ്. पर अपने स्पुर्द की गई इमानतों को अदा नहीं करना, അശ്രദ്ധരായിക്കൊണ്ട് गहराई में जा തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകളെ നിറവേറ്റുകയല്ല വേണ്ടത്, മറിച്ച് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാ സൂക്ഷ്മതകളെയും പരിഗണിച്ചുകൊണ്ട് ऐसे लोगों को തങ്ങളുടെ ജോലി നിർവഹിക്കേണ്ടതാണ്. जो अपने സ്വന്തം പ്രവർത്തനങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നവരെയാണ് വോട്ട് ചെയ്യുന്നവർ തെരഞ്ഞെടുക്കേണ്ടത്. अपनी जिम्मेदारियों का तमाम തെരഞ്ഞെടുക്കപ്പെട്ടവർ തങ്ങളുടെ സകല കഴിവുകളെയും പുറത്തെടുത്തുകൊണ്ട് सलाहियतों को बुरूए कार लाते हुए अदा करने की कोशिश करनी चाहिए. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിന്റെ കടമകളെ നിറവേറ്റേണ്ടതാണ്. अहद जो किया है ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതാണെന്ന പ്രതിജ്ഞയെ ओहदेदारान को करनी ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടത് ഭാരവാഹികളാണ്. जैसा कि मैंने कहा ഏത് തരത്തിലുള്ള ഭാരവാഹിയുമായിക്കൊള്ളട്ടെ, खिदमत करने की ख्वाहिश का जज्बा तो बहुत रखते हैं. ओहदे की സ്ഥാനത്തിനും സേവനം ചെയ്യുന്നതിനുമുള്ള താല്പര്യവും ये तो वैसे ही इस्लामी तालीम ധാരാളം പേരിലുണ്ട്. സ്ഥാനം കരസ്ഥമാക്കുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകരുത്, ഇത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. സേവനത്തിലുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ടെങ്കിൽ कोई ओहदा स्पुर्द किया जाए, ഏൽപ്പിക്കപ്പെടുന്ന സേവനത്തെ करने वालों को അല്ലെങ്കിൽ സ്ഥാനത്തെ चाहिए कि ये तमाम तर തങ്ങളുടെ എല്ലാ പ്രതിജ്ഞകളെയും പൂർത്തിയാക്കാതെ നിർവഹിക്കാൻ സാധ്യമല്ലെന്നുള്ളത് അത്തരത്തിലുള്ള ഭാരവാഹികൾ ഓർക്കേണ്ടതാണ്. प्रयास से पूरे होंगे. പ്രതിജ്ഞകൾ എങ്ങനെയാണ് പൂർത്തിയാക്കുന്നത്, അതിന്റെ നിലവാരം എങ്ങനെയുള്ളതായിരിക്കണം इस्लाम എന്നതിനെ സംബന്ധിച്ച് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ईमा में जिक्र फरमाया है, यानी അല്ലാഹു ईमा वल्लज़ीना हुम വല്ലദീനഹും ലി അമാനാത്തിഹിം വ അഹദിഹിം റാഊൻ എന്ന വിശുദ്ധ വചനത്തിൽ जो सिर्फ പറയുന്നത് यही कमाल नहीं रखते जो नफ्से अमारा की शहवात पर गालिब आ गए, നഫ്സെ അമ്മാറയുടെ ആഗ്രഹത്തെ പരാജയപ്പെടുത്തി हासिल हो गई. അതിന്റെ വികാരത്തിനുമേൽ ഇവർക്ക് മഹത്തായ വിജയം ലഭിച്ചു എന്ന ശ്രേഷ്ഠത മാത്രമല്ല അവരിലുള്ളത്, മറിച്ച് और तमाम അവർ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെയും അവന്റെ സൃഷ്ടികളുടെയും എല്ലാ അമാനത്തുകളെയും എല്ലാ കരാറുകളുടെയും എല്ലാ വശങ്ങളെയും പരിഗണിച്ചുകൊണ്ട് राह पर चल തഖ്വയുടെ അതിസൂക്ഷ്മമായ മാർഗങ്ങളെ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നു. കഴിവിന്റെ പരമാവധി ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. പറയുന്നു, ഈ ആയത്തിൽ വന്നിട്ടുള്ള റാവുൻ എന്ന പദത്തിന്റെ അർത്ഥം के मुआफिक പാലിക്കുന്നവർ എന്നാകുന്നു. ഈ പദം अपनी कुव्वत അറബി സാഹിത്യങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒരു വ്യക്തി തന്റെ കഴിവുകളും യോഗ്യതകളും അനുസരിച്ച് ഏതെങ്കിലും കാര്യത്തിന്റെ സൂക്ഷ്മ വശങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അത് സ്വായത്തമാക്കി को जलाना चाहता है और कोई पहलू उसका ആ കാര്യത്തിന്റെ എല്ലാ വശങ്ങളുടെയും സൂക്ഷ്മതകളെയും നിർവഹിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ്. ഒരു ഭാഗവും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കത്തിൽ ഈ ആയത്തിന്റെ സംക്ഷിപ്തം ഇതാകുന്നു: ഒരു വിശ്വാസി തന്റെ കഴിവുകൾ അനുസരിച്ച് തഖ്വയുടെ അതിസൂക്ഷ്മ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. तो या अहदों അമാനത്തിനെയും കരാറിനെയും സംബന്ധിച്ചുള്ള ഒരു കാര്യത്തെയും അവഗണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. से नजर होता है और इस എല്ലാത്തിനെയും പരിഗണിക്കുന്നത് അവരുടെ ലക്ഷ്യമാകുന്നു. पर अपने तई പ്രത്യക്ഷത്തിൽ തങ്ങളെ अहद करार दे दें, സത്യസന്ധനെന്നും വിശ്വസ്തനെന്നും സ്ഥാപിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് वाला करार दे दें, बल्कि डरते रहते हैं कि दर पर्दा उनसे कोई खयानत ज़हूर पजीर न हो. बस ताकत അറിയാതെ തങ്ങളിൽ നിന്ന് വിശ്വാസ വഞ്ചന ഉണ്ടാകാതിരിക്കുന്നതിനായി അതിൽ ഉറച്ചു നിൽക്കുന്നു. കഴിവനുസരിച്ച് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആന്തരികമായി और इसी रियायत का नाम തങ്ങളിൽ നിന്ന് എന്തെങ്കിലും ന്യൂനതയോ കുറവോ ഇല്ലാതിരിക്കുന്നതിനായി. ഇതിന്റെ മറ്റൊരു പേരാണ് തഖ്വ. खुलासा मतलब ये कि वो मोमिन പിന്നീട് അദ്ദേഹം പറയുന്നു, जो अपने मामलात में സംക്ഷിപ്തം ഇതാണ്: खुदा के അള്ളാഹുമായോ സൃഷ്ടികളുമായോ ഉള്ള തന്റെ ബന്ധത്തിൽ बेकैद और खलील रसन नहीं, അതിർ ലംഘിക്കാത്ത बल्कि इस खौफ से വിശ്വാസികൾ कि खुदा ताला के नजदीक किसी അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏതെങ്കിലും പരാതിക്ക് अहदों में പാത്രമാകുമെന്ന ഭയത്താൽ തങ്ങളുടെ അമാനത്തുകളെയും കരാറുകളെയും സംബന്ധിച്ച് വളരെ ശ്രദ്ധ ചെലുത്തുന്നു.
എപ്പോഴും തങ്ങളുടെ അമാനത്തുകളെയും കരാറുകളെയും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. തക്വയുടെ ഭൂതക്കണ്ണാടിയിലൂടെ അതിന്റെ ആന്തരിക അവസ്ഥയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ അമാനത്തുകളിലും കരാറുകളിലും രഹസ്യമായി എന്തെങ്കിലും ന്യൂനത ഉണ്ടാകാതിരിക്കുന്നതിനായി तमाम क़वा और तमाम आज़ा അവരുടെ പക്കലുള്ള അള്ളാഹുവിന്റെ അമാനത്തുകൾ, ഉദാഹരണമായി എല്ലാ കഴിവുകളും, എല്ലാ ശരീരഭാഗങ്ങളും, ജീവനും സമ്പത്തും ആദരവും തുടങ്ങിയവയെ കഴിവിന്റെ പരമാവധി തക്കുവയ്ക്കനുസൃതമായി करते रहते വളരെ സൂക്ഷിച്ച് जो अहद അതിന്റേതായ അവസരത്തിൽ ताला से किया है ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസം കൈക്കൊണ്ട സമയത്ത് അള്ളാഹുവിന്റെ ചെയ്ത പ്രതിജ്ഞയെ, കരാറിനെ പരിപൂർണ സത്യസന്ധതയോടെ കഴിവിന്റെ പരമാവധി അതിനെ പൂർത്തിയാക്കുന്നതിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവരുടെ പക്കലുള്ള സൃഷ്ടികളുടെ അമാനത്തുകളിൽ അല്ലെങ്കിൽ അമാനത്തുകൾ എന്ന വിശേഷണത്തിന് കീഴിൽ വരുന്ന വസ്തുക്കളിൽ അങ്ങേയറ്റം തക്കവയോടുകൂടി പ്രവർത്തിക്കുന്നു. तो तकवा को मद्देनजर रखकर അഥവാ എന്തെങ്കിലും ഭിന്നത ഉണ്ടാവുകയാണെങ്കിൽ തക്വയെ പരിഗണിച്ചുകൊണ്ട് അതിന് തീരുമാനം കൽപ്പിക്കുന്നു. ഈ തീരുമാനത്തിൽ എന്തെല്ലാം നഷ്ടം സംഭവിച്ചാലും ശരി, फरमाया इंसान की तमाम പറയുന്നു, മനുഷ്യന്റെ बारीक राहों पर എല്ലാ ആത്മീയ സൗന്ദര്യവും तकवा की बारीक राहें തക്വയുടെ അതിസൂക്ഷ്മ മാർഗങ്ങളിൽ പദമൂന്നുമ്പോഴാണ്. और खुशनुमा തക്വയുടെ അതിസൂക്ഷ്മ മാർഗങ്ങൾ ആത്മീയ സൗന്ദര്യത്തിന്റെ നേർമയായ ചിത്രവും മനോഹരമായ രൂപവുമാകുന്നു. अहदों की അള്ളാഹുവിന്റെ അമാനത്തുകളെയും വിശ്വാസ പരിധിയെയും അങ്ങേറ്റം പരിഗണിക്കുകയും തലമുതൽ പാദം വരെയുള്ള എല്ലാ ശരീരാവയവങ്ങളെയും, और हाथ അതിൽ പ്രത്യക്ഷ രൂപത്തിൽ കണ്ണുകളും കാതുകളും കൈയും കാലും മറ്റ് അവയവങ്ങളുമാണ്. और अखलाक ആന്തരികമായ നിലയിൽ ഹൃദയവും മറ്റ് കഴിവുകളും സ്വഭാവങ്ങളുമാണ്. पर इस्तेमाल करना ഇതിനെയെല്ലാം കഴിവിന്റെ പരമാവധി ഉചിതമായ അവസരത്തിൽ ഉപയോഗിക്കുക, അനുചിതമായ ഉപയോഗത്തിൽ നിന്ന് തടയുക, അതിന്റെ ഗോപ്യമായ ആക്രമണത്തിൽ നിന്ന് ജാഗ്രതരായിരിക്കുക. അതിനു പകരമായി സൃഷ്ടികളോടുള്ള കടമകളെയും പരിഗണിക്കുന്നു. ഇതാണ് മനുഷ്യന്റെ और खुदा സർവ ആത്മീയ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട മാർഗം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തക്വയെ വസ്ത്രമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ലിബാസു തക്വ എന്നത് വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. और रूहानी അത് സൂചിപ്പിക്കുന്നത് ആത്മീയ സൗന്ദര്യവും ആത്മീയ അലങ്കാരവും തക്വയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. മനുഷ്യൻ അള്ളാഹുവിന്റെ എല്ലാ അമാനത്തുകളെയും വിശ്വാസ പ്രതിജ്ഞയെയും അതുപോലെ तुलवसा സൃഷ്ടികളുടെ എല്ലാ അമാനത്തുകളെയും കരാറുകളെയും കഴിവിന്റെ പരമാവധി പരിഗണിക്കുക എന്നതാണ് തക്വ. അതായത് അതിന്റെ അതിസൂക്ഷ്മ വശങ്ങളെ പോലും പ്രാവർത്തികമാക്കുക. मयार ऊंचे नहीं होंगे उस वक्त അതിനാൽ തക്വയുടെ നിലവാരം ഉന്നതമാകാത്തതുവരെ और अहद തങ്ങളുടെ नहीं हो सकता. അമാനത്തുകളുടെയും ये मानते हैं जैसा कि मुस्लिम കരാറുകളുടെയും കടമ പൂർത്തിയാവുന്നതല്ല. खुदा ताला की भी हैं, ഈ അമാനത്തുകൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അള്ളാഹുവിന്റേതും खास तौर पर ദാസരുടേതുമാണ്. दोनों तरह की ഒരു ഭാരവാഹി വിശേഷിച്ച് और है രണ്ടു തരത്തിലുള്ള അമാനത്തുകളുടെയും വിശ്വസ്തനായി ഗണിക്കപ്പെടുന്നു. അങ്ങനെ തന്നെയാണ്. അതിനാൽ जमात को തങ്ങളുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ജമാഅത്ത് അംഗങ്ങളുടെ ശ്രദ്ധ വീണ്ടും ക്ഷണിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, दें അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് രണ്ട് തരത്തിലുള്ള അമാനത്തുകളുടെയും കരാറുകളുടെയും और ये उसी वक्त കടമ നിറവേറ്റുന്നവർക്ക് വോട്ട് രേഖപ്പെടുത്തുക. जमात का तक എല്ലാ തരത്തിലും ജമാഅത്തിന്റെ തക്വയുടെ നിലവാരം ഉയരുമ്പോഴാണ് ഇത് സാധ്യമാകുക. എല്ലാ വോട്ട് ചെയ്യുന്നവരുടെയും തക്വയുടെ നിലവാരം ഉന്നതമാകുമ്പോഴാണ് ഈ അവസ്ഥ സംജാതമാകുക. അതിനാൽ ജമാഅത്തിലെ ഓരോ അംഗവും തന്റെ അന്തരാളങ്ങളിലേക്ക് എത്തി നോക്കിക്കൊണ്ട് തങ്ങളുടെ നിലവാരങ്ങളെ ഉന്നതമാക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. अफराद जमात मुंतखब करने ഭാരവാഹികളെ ജമാഅത്ത് അംഗങ്ങളാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജമാഅത്ത് അംഗങ്ങളിൽ നിന്ന് തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. खूबियां जो हमें से हर एक അതിനാൽ हैसियत मोमिन होनी चाहिए, ചില ഗുണങ്ങൾ खासतौर पर വിശ്വാസി എന്ന നിലയിൽ നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. जिक्र कर देता हूँ. പ്രത്യേകിച്ച് ഭാരവാഹികൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കുന്നതാണ്. तो सबसे पहले इस तरह तवज्जो दिलाता हूँ, കരാറുകളെ പാലിക്കുന്ന കാര്യത്തിലേക്കാണ് ആദ്യമായി ശ്രദ്ധ ക്ഷണിക്കുന്നത്. ജമാഅത്തിൽ होगा കരാറുകളെ പാലിക്കുന്ന നിലവാരം ഉന്നതമാകുമ്പോഴാണ് अहदों की पाबंदी ഭാരവാഹികളുടെ കരാറുകളുടെ നിലവാരവും ഉയരുക. दो के हुकूक में से जिनकी अदायगी में कमजोरी है वो अपने സൃഷ്ടികളുടെ അവകാശങ്ങളെ പൂർത്തിയാക്കുന്നതിൽ ദുർബലരായവർ मुआहदों को തങ്ങളുടെ കരാറുകളെ പൂർത്തിയാക്കാത്തതിനാലാണ് കടമകൾ പാലിക്കാത്തത്.
ഇതിനായി സ്വയം ശക്തമായ സഹനം കൈക്കൊള്ളേണ്ടി വന്നാലും സഹിക്കേണ്ടതാണ്. बर्दाश्त कर लेनी चाहिए। यही हज़रत मसीह मौला अलैहिस्सलाम ने फरमाया। और हक अदा करने അതാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. बहुत से കടമ നിറവേറ്റാൻ പരിശ്രമിക്കേണ്ടതാണ്. मुआहदे होते हैं, ധാരാളം एतराज करने वाले दूसरे पर तो കച്ചവട കരാറുകളുണ്ട്, ഉടമ്പടികളുണ്ട്. मामला साफ नहीं होता। ആക്ഷേപിക്കുന്നവർ പെട്ടെന്ന് ആരോപണം ഉന്നയിക്കാറുണ്ട്. എന്നാൽ സ്വന്തം കാര്യങ്ങൾ സുതാര്യമായിരിക്കില്ല. തൽഫലമായി സമൂഹത്തിൽ കലാപത്തിനുള്ള സന്ദർഭം സംജാതമാകുന്നു. जितनी ज्यादा ഇസ്ലാം ഒരു സമാധാന കാംക്ഷിയായ മതമാകുന്നു. ഇതിൽ എത്രത്തോളം ഊന്നൽ നൽകിയിരിക്കുന്നുവോ അത്രത്തോളം തന്നെ മുസ്ലിങ്ങളിൽ കരാർ ലംഘനത്തിന്റെയും കലഹങ്ങളുടെയും മാതൃകകൾ കാണപ്പെടുന്നു. और इसका असर मुआशरे में रहने की वजह से हम अहमदियों पर भी पड़ रहा है। ഈ സമുദായത്തിൽ ജീവിക്കുന്ന കാരണത്താൽ അഹമ്മദികളായ നമ്മിലും അത് സ്വാധീനം ചെലുത്തുന്നു. हमारी अहद नहीं है। കരാറ് കേവലം പുറത്തുള്ള കച്ചവട സംബന്ധമായ കരാർ മാത്രമല്ല, മറിച്ച് घरेलू അകത്തും പുറത്തുമുള്ള എല്ലാ കരാറുകളും അതിൽ ഉൾപ്പെടുന്നു. मियाँ बीवी की शादी का बंधन, വീട്ടിലുള്ള കരാറുകളുമുണ്ട്. इसमें एक ഭാര്യ ഭർത്തൃ വിവാഹ ബന്ധവും ഒരു കരാറാകുന്നു. बाज लोग അതിൽ പരസ്പരം वഞ്ചിക്കുന്നു. को बड़े आसानी में अंजाम देते हैं, ചിലർ ജമാഅത്തി ജോലികൾ വളരെ നല്ല നിലയിൽ നിർവഹിക്കുന്നു. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. को गुदा नहीं कर रहे होते। എന്നാൽ വീട്ടുകാരുടെ അവകാശങ്ങൾ പൂർത്തിയാക്കുന്നില്ല. अहदों से ഇതും തങ്ങളുടെ കരാറുകളിൽ നിന്നും पाबंदी से रूगरदानी है। മുഖം തിരിക്കലാണ്, അല്ലെങ്കിൽ അത് പാലിക്കുന്നതിൽ നിന്നുള്ള പിന്തിരിയലാണ്. गिरफ्त है। അള്ളാഹുവിന്റെ പക്കൽ फरमाता है അപരാധവുമാണ്. काना मसूला, അള്ളാഹു പറയുന്നു, ഇന്നൽ അഹദ കാന മസ്ഊല. ना एक दिन जवाब तलबी होगी। എല്ലാ കരാറുകളെ സംബന്ധിച്ചും നിശ്ചയമായും ചോദിക്കപ്പെടുന്നതാണ്. अल्लाह ताला ने नेक आदमी की ये निशानी बताई है, सही मोमिन की ये निशानी बताई है। യഥാർത്ഥ വിശ്വാസിയുടെ അടയാളമായി അള്ളാഹു പറഞ്ഞത് इज़ा अहदु, വൽ മൂഫൂന करें ബി അഹദിഹിം ഇസാ ആഹദു. അവർ ചെയ്യുന്ന കരാറുകളെ പൂർത്തിയാക്കുന്നവരാണ് എന്നാണ്. नेक ओहदेदार मुंतखब അതിനാൽ ഓരോ അഹമ്മദിയും തങ്ങളുടെ സൽപ്രകൃതക്കാരനായ ഭാരവാഹിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ സ്വന്തം ആത്മപരിശോധനയും നടത്തേണ്ടതുണ്ട്. എത്രത്തോളം സ്വയം തന്റെ കരാറുകളെ പൂർത്തിയാക്കുന്നവനാണ്, अपने ईमान എത്രത്തോളം സ്വയം തന്റെ അമാനത്തുകളെ പാലിക്കുന്നവനാണ് എന്നുള്ള ആത്മപരിശോധന. के लिए പിന്നീട് അള്ളാഹു പറയുന്നു, ख्याल रखना भी जरूरी ഈ സുന്ദരമായ സമുദായത്തിനായി പരസ്പര വികാരങ്ങളെ മാനിക്കേണ്ടത് അനിവാര്യമാകുന്നു. അതുകൊണ്ട് പറയുന്നു, വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽകാബ്. तनाबज़ु बिल अलकाब, तुम एक दूसरे पर तान ना करो और ना एक दूसरे നിങ്ങൾ पരസ്പരം को मुझसे पुकारो। അപകീർത്തിപ്പെടുത്തരുത്, പരസ്പരം ചീത്തപ്പേര് വിളിക്കുകയും അരുത്. तलमिज़ु का मतलब तान ही नहीं है, इसके वसी माने हैं। തൽമീസു എന്നതിന് അപകീർത്തിപ്പെടുത്തുക എന്നർത്ഥം മാത്രമല്ല ഉള്ളത്, വിശാലമായ അർത്ഥമുണ്ട്. अपने जज्बात पर ചില ഭാരവാഹികൾ തങ്ങളുടെ വികാരങ്ങളെ काम के लिए आने वालों को നിയന്ത്രിക്കുന്നില്ല. या अपने साथियों को भी ചിലപ്പോൾ ജോലിക്ക് വരുന്നവരോട്, ऐसी बातें सुनाते हैं ചിലപ്പോൾ തന്റെ സുഹൃത്തുക്കളോട് തന്നെ जज्बाती ठेस पहुंचाने वाली है। വിഷമമുണ്ടാക്കുന്ന വാക്കുകൾ പറയുന്നു. हर दफा कमजोर ईमान वाले ना सिर्फ ये ചിലപ്പോൾ के खिलाफ हो जाते ദുർബല വിശ്വാസി बल्कि निजाम ഭാരവാഹികൾക്കെതിരാവുക മാത്രമല്ല, മറിച്ച് ജമാഅത്ത് സംവിധാനത്തെക്കുറിച്ചും നിരാശനാകുന്നു. जैसे कि അള്ളാഹു പറയുന്നു, ലാ തൽമിസു. मसलन धक्के देना, ഇതിന്റെ വിവിധ അർത്ഥങ്ങളുണ്ട്. किसी को मजबूर करना, ഉദാഹരണമായി मारना ഉന്തുക, या किसी पर इल्जाम लगाना, ആരെങ്കിലും നിർബന്ധിക്കുക, गलत किस्म की അടിക്കുക, ആരിലെങ്കിലും ആരോപണം ഉന്നയിക്കുക, कमियां तलाश തെറ്റായ നിരൂപണം നടത്തുക, മറ്റുള്ളവരുടെ की बातें किसी को कहना, ന്യൂനതയെയും ദൗർബല്യത്തെയും അന്വേഷിക്കുക, ആരെങ്കിലും സംബന്ധിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുക, करना जो उसे बुरी लगे। बस अगर അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മോശമായി തോന്നുന്ന തരത്തിൽ സംസാരിക്കുക. तो सिवाय ചുരുക്കത്തിൽ ഭാരവാഹികൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ और ആർക്കെതിരിലാണോ അത്തരത്തിൽ പെരുമാറുന്നത് ये सलूक किया जा रहा हो, അയാളുടെ ഹൃദയത്തിൽ पैदा हो, ആ ഭാരവാഹിയെയും ജമാഅത്ത് സംവിധാനത്തെക്കുറിച്ചും വികാരങ്ങൾ ജനിക്കുകയല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക? बजाय इसके അതുകൊണ്ട് തനാബസൂബിൽ ഇൽക്കാബ് किसी को ऐसे नाम ലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. नहीं है। ആർക്കെങ്കിലും ഇഷ്ടമല്ലാത്ത പേരിൽ വിളിക്കുന്നതിനു പകരം എല്ലാവരോടും ആദരവോടും ബഹുമാനത്തോടും പെരുമാറുക. होनी चाहिए। वैसे तो ये अमूम का हुक्म है, ഒരു ഭാരവാഹിയിൽ ഉണ്ടായിരിക്കേണ്ട വളരെ വലിയൊരു ഗുണമാണിത്. चाहिए कि उसका ഇതൊരു
मुआशरे में പൊതുവായ കൽപ്പനയാണ്. എല്ലാ വിശ്വാസികളും അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. അവന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ സ്നേഹവും ഇഷ്ടവും ജനിപ്പിക്കുന്നതായിരിക്കണം. എന്നാൽ ഭാരവാഹികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. फिर ओहदेदार की एक खुसूसी ये होनी चाहिए कि जमाती പിന്നെ ഭാരവാഹികൾക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണം एहतियात से ജമാഅത്തിന്റെ സമ്പത്തിനെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെലവഴിക്കുക എന്നതാണ്. ഒരു തരത്തിലും അമിത ചെലവ് ഉണ്ടാകരുത്. वो शोबा അതിനാൽ ज्यादा होते हैं, ചെലവ് കൂടുതൽ ഉണ്ടാകുന്ന വലിയ ബജറ്റുള്ള വിഭാഗങ്ങൾ उनके बजट भी बड़े हैं, उन्हें പ്രത്യേകിച്ച് बजट ही नहीं, ബജറ്റ് മാത്രം നോക്കരുത്. बल्कि कोशिश हो कि कम से कम മറിച്ച് ज्यादा से ज्यादा കുറഞ്ഞ ചെലവിൽ इस तरह किया जा കൂടുതൽ പ്രയോജനം എങ്ങനെ ഉണ്ടാകും എന്നതാണ് നോക്കേണ്ടത്. मसलन ज़ियाफत का शोबा है, लंगर का शोबा है, ഉദാഹരണമായി അതിഥി സൽക്കാര വിഭാഗം, ലങ്കറിന്റെ വിഭാഗം, ജലസ സാലാനിയുടെ വിഭാഗങ്ങൾ. दुनिया में अब हर जगह तकरीबन ഹദത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലങ്കർ ലോകത്ത് മിക്കവാറും എല്ലായിടത്തും फैल चुका है। വിശാലമായി കഴിഞ്ഞു. ജൽസ സാലാനിയുടെ വ്യവസ്ഥിതിയും ലോകത്ത് വ്യാപിച്ചു കഴിഞ്ഞു. बहुत एहतियात की जरूरत ഈ രണ്ട് വിഭാഗത്തിന്റെയും കാര്യദർശികൾക്ക് ധാരാളം സൂക്ഷ്മതയുടെ ആവശ്യമുണ്ട്. है, तो जायजा लेकर ബജറ്റിൽ സാധ്യതയുണ്ടെങ്കിലും खर्च करने की कोशिश करनी चाहिए നിരീക്ഷണങ്ങൾ നടത്തി और കുറച്ച് ചെലവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. यही इमानत की कहा कदा അമാനത്തിന്റെ കടമ ശരിയായ നിലയിൽ നിറവേറ്റുന്നതിനുള്ള മാർഗമാണിത്. अदा करने का हज़रत मसीह मौद अलैहिस्सलातु ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് रवानी की कोई फिक्र नहीं थी। ധനം വരുന്നതിനെ സംബന്ധിച്ചോ അതിന്റെ ഒഴുക്കിനെ സംബന്ധിച്ചോ യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. ശരിയായ നിലയിൽ ചെലവ് ചെയ്യുന്നവരെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു. इस बात का खास അതിനാൽ അമീറുമാരും ബന്ധപ്പെട്ട ഭാരവാഹികളും ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. चाहिए गो कि हर मोमिन പിന്നീട് ഒരു ഭാരവാഹിക്കുണ്ടായിരിക്കേണ്ട ഗുണം के स्पोर्ट जमाती जिम्मेदारियां की അത് എല്ലാ വിശ്വാസിയുടെയും അടയാളവുമാകുന്നു. എന്നാൽ ജമാഅത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും വലിയ ചുമതല लगवियात से परहेज करें। अल्लाह ताला फरमाता है അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. അള്ളാഹു പറയുന്നു, यानी मोमिन वो है വല്ലദീനഹും അനിൽ ലഗ്വി മൂരിലൂൻ. അതായത് വിശ്വാസി और मोमिनीन നിരർത്ഥകങ്ങളായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. उनका मयार तो बहुत വിശ്വാസികളിൽ നിന്ന് ഉത്തമരായവരുടെ നിലവാരം से लगवियात से വളരെ ഉന്നതമായിരിക്കണം. नाफुजुल गुफ्तगू അവർ എല്ലാ നിരർത്ഥകങ്ങളായ കാര്യങ്ങളിൽ നിന്നും തങ്ങളെ രക്ഷിക്കേണ്ടതാണ്. അനാവശ്യ സംസാരം പാടില്ല. പരിഹസിക്കുന്ന സദസ്സുകൾ ഇരിക്കരുത്. कर रहे हो ചില ഭാരവാഹികളും ഇരുന്ന് പരസ്പരം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാറുണ്ട്, പരിഹസിക്കാറുണ്ട്. बस इनसे बचना चाहिए ना, അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. होना चाहिए जहां ദീനീ സമ്പ്രദായങ്ങളെ പരിഗണിക്കാത്ത സദസ്സുകളിൽ ഭാരവാഹികൾ പങ്കെടുക്കരുത്. हज़रत मसीह मौऊद अलैहिस्सलाम फरमाते हैं कि इसके यही मानी है कि मोमिन वही हैं जो लगव ताल्लुकात से अपने तईं अलग करते हैं और लगव ताल्लुकात से अपने तईं अलग ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, का मुजिब है गोया ഇതിന്റെ അർത്ഥം से വിശ്വാസികൾ दिल को छुड़ाना വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും തങ്ങളെ അകറ്റി നിർത്തുന്നത് അള്ളാഹുമായുള്ള ബന്ധത്തിന് കാരണമായി തീരുന്നു. വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ അകറ്റുന്നത് അള്ളാഹുമായി മനസ്സിനെ ബന്ധിപ്പിക്കുക എന്നതാണ്. അള്ളാഹുമായുള്ള ബന്ധം സുദൃഢമാകുമ്പോഴാണ് തഖ്വയുടെ നിലവാരവും ഉയരുന്നത്. मोमिन को പിന്നീട് അള്ളാഹു പറയുന്നു, ലുബ്ദ് ഒരു വിശ്വാസിക്കും ചേർന്നതല്ല. ഭാരവാഹികൾ അമിത ചിലവിൽ നിന്നും രക്ഷപ്പെടേണ്ടതാണ്. ख्याल तो रखें, लेकिन इसका यह मतलब नहीं है कि बखील और कंजूस हो जाएं। ചെലവുകളിൽ മിതത്വം പാലിക്കേണ്ടതാണ്. എന്നാൽ അതിനർത്ഥം ലുബ്ധനും പിശുക്കനുമായി തീരുക എന്നല്ല. അനുയോജ്യമായ ആവശ്യമായ സ്ഥലത്ത് ചെലവ് ചെയ്യേണ്ടതാണ്. എന്നാൽ के लिए ചിലർക്ക് വേണ്ടി അമിതമായി ചിലവഴിക്കുകയും മറ്റു ചിലർക്കായി തികച്ചും ലുബ്ധ കാണിക്കുകയും ചെയ്യരുത്. उहदेदार की खास तौर पर एक खूबी यह भी होनी चाहिए कि गुस्से पर काबू हो। ഭാരവാഹികൾക്ക് പ്രത്യേകിച്ച് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ഗുണം കോപത്തെ നിയന്ത്രിക്കുക എന്നതാണ്. കാളിമീനൽ ഗൈസ്. ने ये खास हुक्म दिया है कि बेशक അള്ളാഹു बाज़ दफा बाज़ हालात में गुस्से का इजहार പ്രത്യേക കൽപ്പന നൽകിയിരിക്കുന്നു. लेकिन ചിലപ്പോൾ ചില അവസ്ഥയിൽ കോപം പ്രകടിപ്പിക്കുന്നു. എന്നാൽ जहाँ जमाती मुफाद होगा കോപത്തെ നിയന്ത്രിക്കുന്നവരായിരിക്കണം. दफा इस्लाह की गरज, ജമാഅത്തിന്റെ ഗുണത്തിനായി लेकिन जरा जरा सी बात पर സമുദ്ധാരണ ഉദ്ദേശത്തിനായി गुस्से में आना ചില സന്ദർഭങ്ങളിൽ കോപം പ്രകടിപ്പിക്കേണ്ടതായും വരുന്നു. എന്നാൽ നിസ്സാര കാര്യങ്ങളിൽ കോപിക്കുകയും ये को തന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരെ ആദരിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഭാരവാഹിക്ക് ഒരു തരത്തിലും
അംഗീകരിക്കാവതല്ല. बल्कि एक अच्छे ओहदेदार को അങ്ങനെ ആകുകയും ചെയ്യരുത്. മറിച്ച് ഒരു നല്ല ഭാരവാഹി लिन्नास से हुस्न അള്ളാഹുവിന്റെ ഖൂലു ലിന്നാസി ഹുസ്നൻ എന്ന കൽപ്പന മുന്നിൽ വെക്കേണ്ടതാണ്. मुलातमत से बशाशत से मिलो। അതായത് ജനങ്ങളോട് സൗമ്യമായി, മൃദുവായി, സന്തോഷത്തോടെ വർത്തിക്കുക. तो बात जगहों से जो ഭാരവാഹികളുടെ പെരുമാറ്റം ഈ നിലയിലാണെങ്കിൽ वो खुद बहुत खत्म हो जाए ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഭാരവാഹികളെ കുറിച്ചുള്ള പരാതികൾ സ്വയം ഇല്ലാതാകുന്നതാണ്. कि उसका अपने साथ കൂടാതെ रहने वालों के साथ ഒരു ഭാരവാഹിയുടെ മറ്റൊരു പ്രത്യേകത തന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരോട് कोई दुनियावी ओहदे तो नहीं है സൽ പെരുമാറ്റമാകുന്നു. और मत ജമാഅത്തിന്റെ പദവി ഏതെങ്കിലും ഭൗതിക പദവിയല്ല. जो जमात ഓഫീസറും ജോലിക്കാരും എന്ന ബന്ധമല്ല. तहत हो ജമാഅത്തിന് സേവനം ചെയ്യുന്നവർ बात के काम करते അവർ ഓഫീസറോ बस अफसरान को और ओहदेदार ജോലിക്കാരോ ആകട്ടെ ഒരു വികാരാവേശത്താലാണ് സേവനം ചെയ്യുന്നത്. അതിനാൽ ഓഫീസർമാർക്കും ഭാരവാഹികൾക്കും തങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവരോടും നല്ല നിലയിൽ പെരുമാറേണ്ടതാണ്. हैं ना कि തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ സ്നേഹത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കുക. हाँ अगर कोई ഭൗതിക ഓഫീസർമാരെ പോലെ ശക്തമായ ചോദ്യങ്ങളിലൂടെയല്ല. नुकसान पहुंच रहा है എന്നാൽ ജമാഅത്തിന് നഷ്ടം ഭവിക്കുന്ന തരത്തിൽ या उसको ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ मुनासिब तरीके ഉചിതമായ നിലയിൽ या नहीं बात आता तो फिर उसे काम न താക്കീത് നൽകേണ്ടതാണ്. बाला अफसरान को എന്നിട്ടും തുടരുകയാണെങ്കിൽ അയാളെ കൊണ്ട് ജോലി എടുപ്പിക്കേണ്ടതില്ല. ऐसी फिजा ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുക, ജോലിയിൽ നിന്ന് ഒഴിവാക്കുക. എന്നാൽ അനാവശ്യമായി ഓഫീസിലോ ജോലിസ്ഥലത്തോ ഗ്രൂപ്പിസം ഉണ്ടാവുന്ന തരത്തിലുള്ള അവസ്ഥ ഉടലെടുക്കരുത്. ओहदेदारों में आला अखलाक के औसाफ में से मेहमान की इज्जत का वस्फ भी होना चाहिए। यह भी एक आला खुल्क है। ഭാരവാഹികളിൽ ഉണ്ടാകേണ്ട ഉന്നത ധാർമ്മിക ഗുണങ്ങളിൽ ഒന്ന് उसके दफ्तर में അതിഥികളെ ആദരിക്കുക എന്നതാണ്. एहतराम से मिलना चाहिए ഭാരവാഹികളെ और एहतराम से കാണുന്നതിനായി ഓഫീസിൽ വരുന്ന എല്ലാവരോടും ആദരവോടും ബഹുമാനത്തോടും കൂടി ഇരിപ്പിടം നൽകേണ്ടതാണ്. चाहिए। ഇത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഓഫീസിൽ വരികയാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കണം. ഈ ധാർമ്മിക ഗുണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാരവാഹികൾക്കും ജമാഅത്തിന്റെ സ്ഥിരം ജോലിക്കാർക്കും അനിവാര്യമായ ഘടകമാണ്. ഇതിലൂടെ ആദരവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, കുറയുകയില്ല. की खुसूसियात में से एक खुसूसियत പിന്നീട് ഭാരവാഹികൾക്കുണ്ടായിരിക്കേണ്ട ഉന്നത ഗുണങ്ങളിലൊന്ന് एक अहमदी को भी എളിമയും ഭവ്യതയുമാകുന്നു. अपनी പൊതുവിൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് അഹമ്മദിക്ക് खासा बनानी चाहिए ഭവ്യത പ്രകൃതത്തിന്റെ ഒരു സവിശേഷതയായി തീരേണ്ടതാണ്. अपने अंदर എന്നാൽ ഒരു ഭാരവാഹിക്ക് പ്രത്യേകിച്ച് തന്നിൽ अल्लाह ताला फरमा എളിമയും ഭവ്യതയും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അള്ളാഹു പറയുന്നു, വലാ തംഷി ഫിൽ അർളി മർഹ, के और जमीन में तकब्बुर से मत चल। ഭൂമിയിൽ നീ അഹന്ത കാട്ടി നടക്കരുത്. एक आम इंसान के लिए भी अल्लाह ताला को तकब्बुर पसंद ഒരു സാധാരണ മനുഷ്യനിലും तो जो അഹംഭാവത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. की खातिर അപ്പോൾ അള്ളാഹുവിന് വേണ്ടി തന്റെ സേവനങ്ങളെ സമർപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം तकब्बुर पसंद नहीं हो सकता। അത് ഒരു നിമിഷ നേരത്തേക്ക് പോലും അള്ളാഹു അഹന്തയെ ഇഷ്ടപ്പെടില്ല. ज्यादा से ज्यादा അതിനാൽ ഈ സവിശേഷത നമ്മുടെ എല്ലാ ഭാരവാഹികളും കൂടുതൽ കൂടുതലായി സ്വായത്തമാക്കേണ്ടതാണ്. मिलना चाहिए। കാണുന്ന എല്ലാവരോടും അങ്ങേയറ്റം ഭവ്യതയോടുകൂടി പെരുമാറേണ്ടതാണ്. ये भी याद रखें, खास तौर पर वो अहदेदार जिनके स्पुर्द फैसलों का काम है, लोगों के दरमियान सुलह തീരുമാനമെടുക്കുന്നതിനോ ജനങ്ങൾക്കിടയിൽ इस्लाही അനുനയത്തിനും कज़ा है രഞ്ജിപ്പിനുമുള്ള ജോലി ഏൽപ്പിക്കപ്പെട്ട ഭാരവാഹികൾ, ഇസ്ലാഹി കമ്മിറ്റികൾ, കലാകൾ എന്നിവർ हुक्म जो है इसको याद रखना चाहिए कि എഴുതിലു ഹുവ അക്റബു ലിത്തഖ്വ എന്ന അള്ളാഹുവിന്റെ കൽപ്പനയെ എപ്പോഴും ഓർക്കേണ്ടതാണ്. बस हर फैसला അതായത് നീതി പാലിക്കുക, അത് ദൈവഭക്തിക്ക് ഏറ്റവും സമീപസ്ഥമാകുന്നു. എല്ലാ തീരുമാനങ്ങളും നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം. पास फैसले मेरे सामने आते हैं, मैंने देखा ചില സമയത്ത് ചില തീരുമാനങ്ങൾ എന്റെ പക്കൽ വരുന്നു, അതിൽ ഗഹനമായ വിചിന്തനം നടത്തിയിട്ടില്ല എന്ന് കാണുന്നു. उनमें बेचैनी पैदा हो जाती है। അത്തരത്തിൽ ആരെ സംബന്ധിച്ചാണോ തീരുമാനം കൽപ്പിക്കപ്പെടുന്നത് അവരിൽ അസ്വസ്ഥത ഉളവാകുന്നു. തീരുമാനം കൽപ്പിക്കപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് ശരീഅത്തിന്റെ സ്പഷ്ടമായ കൽപ്പനയുണ്ടെങ്കിൽ बुनियाद पर फैसला किया है तो फिर वो ഇതിനെ സംബന്ധിച്ച് ശരീഅത്തിന്റെ കൽപ്പനയുണ്ട്, അതിനാൽ ഇന്ന തീരുമാനം എടുത്തിരിക്കുന്നു എന്നത് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. खास तौर पर काजियों को इसका ख्याल रखना चाहिए। പ്രത്യേകിച്ച് ये जरूरी है, കാളിമാർ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. खास तौर पर जिन इलाकों में जरूरतमंद और വിശേഷിച്ച് ആവശ്യക്കാരായ സാധുക്കളുള്ള പ്രദേശങ്ങളിലുള്ളവർ मुताबिक
അവരെ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. मुतल्लिका उम्र തങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് അവരെ പരിപാലിക്കേണ്ടതും ബന്ധപ്പെട്ട അമീറുമാരുടെയും ഭാരവാഹിയുടെയും ഉത്തരവാദിത്തമാണ്. खुद भी जायजे लेते रहना ഇതിനായി അപേക്ഷ ലഭിക്കേണ്ടതില്ല, कुरान के फराइज സ്വയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ഇത് അമീറുമാരുടെയും പ്രസിഡന്റുമാരുടെയും കടമകളിൽപ്പെട്ടതാണ്. अमीर की हर सदर जमात എല്ലാ അമീറുമാരുടെയും എല്ലാ ജമാഅത്ത് പ്രസിഡന്റുമാരുടെയും എല്ലാ ഭാരവാഹികളുടെയും ഒരു വലിയ ഉത്തരവാദിത്തം തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി ആകുന്നു. നല്ല കാര്യങ്ങളെ നിർദ്ദേശിക്കുകയും മോശമായ കാര്യങ്ങളിൽ നിന്ന് തടയുകയും ചെയ്യുക. तन्हाना अनिल मुनकर को हमेशा അതിനാൽ തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരിയെ എപ്പോഴും എല്ലാ ഭാരവാഹികളും ഓർത്തിരിക്കേണ്ടതാണ്. हर ओहदे ഏതുവരെ എല്ലാ ഭാരവാഹികളും സ്വയം ആത്മപരിശോധന നടത്തിക്കൊണ്ട് തങ്ങളുടെ വാക്കുകളെയും കർമ്മങ്ങളെയും ഒന്നാക്കുന്നില്ലയോ, തങ്ങളിൽ അള്ളാഹുവിന്റെ ഭയം സംജാതമാക്കുന്നില്ലയോ, जिसकी तरफ हमें अल्लाह ताला ने അള്ളാഹു നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ച തക്വയുടെ മാർഗങ്ങളെ അന്വേഷിക്കുന്നില്ലയോ, ഇത് സാധ്യമല്ല. തക്വയെ സംബന്ധിച്ച് ഒരിടത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഏതാനും നന്മകൾ ചെയ്യുന്നതിന്റെയോ അല്ലെങ്കിൽ ഏതാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെയോ പേരല്ല തക്വ, छोटी बुराई से മറിച്ച് എല്ലാ വിധത്തിലുമുള്ള നന്മയെ കരസ്ഥമാക്കുകയും അത് നിസാരമായ തിന്മയിൽ നിന്ന് പോലും വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് തക്വ. ये मयार हैं जो हासिल करके नेकियों की तलकीन करने वाले और बुराइयों से रोकने वाले ഈ നിലവാരം കരസ്ഥമാക്കിക്കൊണ്ടാണ് നന്മയെ ഉപദേശിക്കുന്നവരും തിന്മയെ തടയുന്നവരുമാകാൻ സാധിക്കുന്നത്, अल्लाह അമാനത്തിന്റെ കടമകൾ നിറവേറ്റുന്നവരായി മാറുന്നത്. അള്ളാഹു कुरान को भी जो ജമാഅത്ത് അംഗങ്ങൾക്കും मुंतखब होने वाले തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞതും मुंतखब होकर आएंगे തെരഞ്ഞെടുക്കാൻ പോകുന്നതുമായ എല്ലാ ഭാരവാഹികൾക്കും और रहतों का हक എനിക്കും तौफीक अता फरमाए। നമ്മുടെ അമാനത്തിന്റെയും കരാറിന്റെയും അവകാശങ്ങൾ നിറവേറ്റുന്നതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.